الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക് അതിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ അന്തിമ പ്രവാചകൻ, പ്രവാചകന്മാരിൽ ഒരുപാട് ശ്രേഷ്ഠതയുള്ള പ്രവാചകൻ. ബുഇസ്തു ലിഉത്തമ്മിമൽ അഖ്ലാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പരിചയപ്പെടുത്തിയപ്പോ എല്ലാ സൽഗുണങ്ങളുടെയും ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാവുന്ന, തന്റെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന് പ്രത്യക്ഷപ്പെടുത്താവുന്ന എല്ലാ സൽഗുണങ്ങളുടെയും പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ഞാൻ നിയുക്തനായത്, നിയോഗിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഇസ്തു ലിഉത്തമ്മിമൽ അഖ്ലാഖ്, എന്തൊക്കെ സൽസ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ കഴിയുമോ അതെല്ലാം പൂർത്തീകരിച്ച് കാണിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്, അതെന്റെ ദൗത്യമാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ചരിത്രത്തിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, എല്ലാ സൽഗുണങ്ങളുടെയും, എല്ലാ നന്മകളുടെയും, എല്ലാ പുണ്യങ്ങളുടെയും, സൽസ്വഭാവങ്ങളുടെയും മൂർത്തിമദ്ഭാവമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചരിത്രം നമ്മളെ ശക്തമായി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് സ്വാധീനിച്ചിട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് സ്വാധീനിച്ചിട്ടാണ്, പെരുമാറ്റം കൊണ്ട് ആളുകളെ സ്വാധീനിച്ചിട്ടാണ് പരിശുദ്ധ ദീനിന്റെ അകത്തേക്ക് പല ആളുകളും കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓരോ സന്ദർഭങ്ങളിലും വളരെ ചെറുതാണ്, നിസാരമാണ്, വളരെ ലഘുവാണ്, ലളിതമാണ് എന്ന് നമ്മൾ കാണുന്ന, കരുതുന്ന കാര്യങ്ങളിൽ പോലും കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും ആ കാഴ്ചപ്പാടുകൾ തന്റെ
അനുയായികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയായിരുന്നു. മക്ക ഫത്തഹിനെ മക്ക വിജയിച്ച് കീഴടക്കിയപ്പോ അപ്പോഴും ഇസ്ലാം സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്നത്. സുഹൈൽ ഇബ്നു അംർ മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളിലെ പ്രധാനിയാണ്. ഖുറൈശികളിലെ പ്രഭാഷകൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ബദർ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ട് അദ്ദേഹത്തെ വെറുതെ മോചനം നൽകുകയാണ്, അദ്ദേഹത്തിന് വെറുതെ മോചനം നൽകുകയാണ് ചെയ്യുന്നത്. ബദർ യുദ്ധത്തിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സുഹൈൽ ഇബ്നു അംറിന്റെ കാര്യത്തിൽ നബിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് അനുവാദം നൽകണം, സുഹൈൽ ഇബ്നു അംറിന്റെ മുഖമടിക്കാനും മുൻപല്ല് പൊട്ടിച്ചു കളയാനും, സുഹൈൽ ഇബ്നു അംറിന്റെ മുഖത്തടിക്കാനും മുൻപല്ല് പൊട്ടിക്കാനും. യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബന്ദിയാണ്. ബന്ദികൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവകാശങ്ങളില്ലാത്ത ആളാണ്. ഒരു മനുഷ്യാവകാശവും ഒരു അടിമയുടെ ബന്ദിയുടെ കാര്യത്തിൽ പരിഗണിക്കേണ്ടതില്ല. കച്ചവടം ചെയ്യാം, വിൽക്കാം എന്ന് പറയുമ്പോ അതൊരു വസ്തുവാണ്, ഒരു ഉൽപ്പന്നമാണ്. ബന്ദി എന്ന് പറഞ്ഞാൽ, അടിമ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നമാണ്. കച്ചവടം ചെയ്യാം, മറ്റൊരാൾക്ക് നമുക്ക് അതിനെ വിൽക്കാം, അതാണ് അടിമ. അങ്ങനെ പിടിക്കപ്പെട്ട ബന്ദിയാക്കപ്പെട്ട ആളാണ് സുഹൈൽ ഇബ്നു അംർ. ആ സുഹൈൽ ഇബ്നു അംറിന്റെ കാര്യത്തിൽ എനിക്കൊരു അനുവാദം വേണം. എന്താണ്? എനിക്ക് അയാളുടെ മുഖത്തടിക്കണം, എന്നിട്ട് മുൻപല്ല് പൊട്ടിച്ചു കളയണം. അതിന്റെ കാരണം എന്താണ്? ഇനി മക്കയുടെ തെരുവിലെവിടെയും സുഹൈൽ ഇബ്നു അംർ മുഹമ്മദ് നബിക്കെതിരെയോ ഇസ്ലാമിനെതിരെയോ പ്രസംഗിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇനി ഈ നാട്ടിൽ എവിടെ ഉണ്ടാകാൻ പാടില്ല ദീനിനെതിരെ. അതുകൊണ്ട് എനിക്ക് അനുവാദം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഉമറെ, എനിക്ക് പേടിയാണ്. നാളെ പരലോകത്ത് ഈ കാരണം കൊണ്ട് ശത്രുവായ, തനിക്കെതിരെ പ്രസംഗിക്കുന്ന, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി വന്ന് ബന്ദിയായി പിടിക്കപ്പെട്ട ഒരാളെ ഉമർ ഇബ്നു ഖത്താബ് അടിച്ച് അംഗവൈകല്യം വരുത്തിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പരലോകത്ത് അംഗവൈകല്യം വരുത്തപ്പെട്ടവനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഉമർ. അതുകൊണ്ടത് പാടില്ല. ആ സുഹൈൽ ഇബ്നു അംർ മക്ക ഫതഹിന്റെ ദിവസം മക്ക മുസ്ലിങ്ങൾക്ക് വിജയിച്ച് കീഴടക്കി. സുഹൈൽ ഇബ്നു അംർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോ സ്വഹാബത്തിനോട് റസൂൽ പറയുന്ന ഒരു കാര്യം, ഒരു വാക്ക്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, സുഹൈൽ ഇബ്നു അംറിനെ, അദ്ദേഹം കടന്നു വരുമ്പോ സുഹൈൽ ഇബ്നു അംറിനെ ആരും തുറിച്ചു നോക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കാണ്. വിശ്വാസികളുടെ മുഴുവൻ മനസ്സിൽ വിരോധങ്ങളുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, എതിർപ്പുണ്ട്, ശത്രുതണ്ട്. അങ്ങനെ ഒരാളാണ് സുഹൈൽ ഇബ്നു അംർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം, സുഹൈൽ ഇബ്നു അംറിനെ കണ്ടാൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കുക, കാണുക, കൈകാര്യം ചെയ്യുക എന്നറിയാം. ഒരു മനുഷ്യനാണല്ലോ സ്വഹാബികളും. അപ്പൊ റസൂൽ അവരെ ശിക്ഷണം നൽകുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മക്കത്ത് എവിടെയെങ്കിലും വെച്ച് സുഹൈൽ ഇബ്നു അംറിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ ആരും അദ്ദേഹത്തെ തുറിച്ചു നോക്കരുത് എന്ന്. അങ്ങനെ റസൂൽ പറയാനൊരു കാരണമുണ്ട്. സുഹൈൽ ഇബ്നു അംർ മക്ക വിജയിച്ച് കീഴടക്കിയപ്പോ അബ്ദുള്ള എന്ന് പറയുന്ന തന്റെ ചെറിയ മകനെ, നേരത്തെ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളോടൊപ്പം ഹിജറ പോയി തിരിച്ച് മക്കത്തേക്ക് മക്ക ഫതഹിന്റെ ദിവസം കടന്നു വന്ന തന്റെ മകന്റെ വീട്ടിലേക്ക് ആളയക്കുന്നുണ്ട്. മുഹമ്മദിനോട് എനിക്ക് അഭയം നൽകണം എന്നാവശ്യപ്പെടാം. അപ്പോഴാണ് റസൂൽ പറയുന്നത്, സ്വഹാബത്തിനെ വിളിച്ചിട്ട്, സുഹൈൽ ഇബ്നു അംറിനെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അദ്ദേഹത്തെ തുറിച്ചു നോക്കരുത്, അദ്ദേഹത്തോട് ദേഷ്യപ്പെടരുത്, വേദനിപ്പിക്കരുത്, കൈകാര്യം ചെയ്യരുത്, കയ്യോങ്ങരുത് എന്നൊന്നുമല്ല. നിങ്ങളുടെ നോട്ടം കൊണ്ടുപോലും അദ്ദേഹത്തെ വേദനിപ്പിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ നിയോഗിക്കപ്പെട്ടത് ലിഉതമ്മിമൽ അഖ്ലാഖ്, ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് എന്തെല്ലാം നന്മകൾ പ്രദർശിപ്പിക്കാൻ പറ്റുമോ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിയുക്തനായ പ്രവാചകനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ആ റസൂൽ
ഞാന് ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ ശത്രുവിന്റെ മനസ്സിൽ കുടിയേറി പാർത്ത, ശത്രുവിന്റെ മനസ്സിൽ കൊടുങ്കാറ്റുണ്ടാക്കിയ, ശത്രുക്കളുടെ മനസ്സിനകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ, ആളുകളുടെ മനസ്സിനകത്ത് ഇന്നും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നൊരു പ്രവാചകൻ. ആ പ്രവാചകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും നിങ്ങളും അറിയപ്പെടുന്നത് ആ റസൂലിന്റെ ഉമ്മത്തെന്നാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സത്യവിശ്വാസികൾ നമ്മുടെ റസൂലിനെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവരാണ്. അതിന്റെ കാരണം എന്താണ്? അള്ളാന്റെ റസൂലിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയെ, അധ്യാപനങ്ങൾ ആരെങ്കിലും തള്ളിയാൽ മിംബാദിമാ തബയ്യന ലഹുൽ ഹുദ, വളരെ വ്യക്തമായി റസൂൽ ജീവിച്ച മാർഗം പഠിപ്പിക്കപ്പെട്ടിട്ട് പിന്നെ അതിനെ ഉപേക്ഷിച്ചാൽ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാർഗം തെറ്റി വേറെ ഏതെങ്കിലും വഴിയിലൂടെ തിരിഞ്ഞുപോയാൽ നുവല്ലിഹി മാ തവല്ലാ, എങ്ങോട്ടാണോ തിരിഞ്ഞു പോകുന്നത് അങ്ങനെ അയാളെ തെളിച്ചു കൊണ്ടുപോകും. നുവല്ലിഹി മാത്തവല്ല, തിരിഞ്ഞോടത്തേക്ക് തെളിച്ചു കൊണ്ടുപോകും. എങ്ങോട്ടാണോ തിരിയുന്നത് അവിടത്തേക്ക് തെളിച്ചു കൊണ്ടുപോകും. വനുസ്ലിഹി ജഹന്നം, എന്നിട്ട് അവരെത്ത നരകത്തിലാണ്. വസാത്ത് മസീറ, അത് ഏറ്റവും മോശപ്പെട്ട സങ്കേതവും മടക്കസ്ഥാനവുമാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തെ നമ്മൾ അവഗണിച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മിംബാദിമാ തബയ്യന, നമുക്ക് വ്യക്തമായി മനസ്സിലായതിനു ശേഷം റസൂൽ ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ ഇതാണ് എന്ന് മനസ്സിലായിട്ട് അതിനെ തള്ളിയാൽ, അതിനെ ഒഴിവാക്കിയാൽ, എന്ത് മാർഗത്തിലാണോ ഏത് വഴിയിലാണോ നമ്മൾ നീങ്ങുന്നത് ആ വഴിയിലൂടെ അങ്ങനെ നമ്മളെ തെളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവസാനം അയാൾ എത്തിയവിടെയാണ്, നരകത്തിലാണ് അയാൾ എത്തുക, നരകാവകാശിയായാണ് അയാൾ തീരുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, എനിക്കും നിങ്ങൾക്കും ആശ്വാസം നൽകുന്ന, നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നൽകുന്ന, ഇസ്ലാം സ്വീകരിച്ചതിലും അത് അനുധാവനം ചെയ്യുന്നതിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നതിലൊക്കെ നമുക്ക് വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഹദീസുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ, എന്നെക്കുറിച്ച് കേൾക്കുന്ന ആരാവട്ടെ, മിൻ ഹാദിഹിൽ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് ആരാണോ എന്നെക്കുറിച്ച് കേൾക്കുന്നവർ, യഹൂദിയുൻ വലാ നസ്രാനിയുൻ, അത് ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് മതമാകട്ടെ, എന്റെ സമുദായം എന്ന് റസൂൽ പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ പ്രവാചകന് ദഅവത്ത് എത്തിക്കാൻ ഉത്തരവാദപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ലോകത്ത് ജനിച്ചവർ, അവർ റസൂലുള്ളാഹിന്റെ സമുദായമാണ്, ഉമ്മത്ത് മുഹമ്മദാണ്. അവർ ലാ സുമ്മ യമൂതു, അവർ മരണപ്പെടുന്നു. വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, എനിക്ക് നിയോഗിക്കപ്പെട്ടതിൽ, എനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, എനിക്ക് ഇറക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, അവർ നരകാവകാശികളാണ്. എന്നെക്കുറിച്ച് കേട്ട് എനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കാതെ മരണപ്പെടുന്നവർ നരകാവകാശികളാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ജനവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, എന്നെക്കുറിച്ച് കേട്ടെന്നിൽ വിശ്വസിക്കാതെ മരിച്ചു പോകുന്നവർ, എന്നെക്കുറിച്ച് കേട്ടെന്നിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടു പോകുന്നവർ, എന്റെ ഉമ്മത്തിൽ ജനിച്ച് എന്നെപ്പറ്റി അറിഞ്ഞ് എന്നിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടു പോകുന്നവർ, എനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടു പോകുന്നവർ, അവർ നരകാവകാശികളായി മാറുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ആശ്വാസം. നമ്മൾ ഉമ്മത്തുൽ ഇജാബയാണ്, അള്ളാന്റെ റസൂലിന് ഉത്തരം നൽകിയ സമുദായമാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളികൾക്ക്, കൽപ്പനകൾക്ക്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയമങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക് അനുകൂലമായി ഉത്തരം നൽകിയ ഉമ്മത്തുൽ ഇജാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി നൽകിയവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളെ പ്രശംസിച്ചത് കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എപ്പോഴാ ഉത്തമ സമുദായമാകുക? അള്ളാന്റെ റസൂലിന് നമ്മൾ ഉത്തരം നൽകുമ്പോഴാണ് ഉത്തമ സമുദായമാകുക. റസൂല് പറഞ്ഞത് നമ്മൾ കേൾക്കുമ്പോഴാണ്, പഠിപ്പിച്ചത് നമ്മൾ പകർത്തുമ്പോഴാണ്, അള്ളാന്റെ റസൂല് കാണിച്ചു തന്നത് നമ്മുടെ ജീവിത മാർഗമായി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഉത്തമ സമുദായമായി മാറുക എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ നമ്മളോട് വിശദീകരിപ്പിച്ച് പറഞ്ഞു തരുന്നത്. നമ്മളാണ് ഉത്തമ സമുദായം. നക്മുലു യൗമൽ ഖിയാമത്തി 70 ഉമ്മ നഹ്നു ആഖിറുഹാ വ ഖൈറുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ 70 സമുദായങ്ങൾ പരലോകത്ത് വരുമ്പോ 70 സമുദായങ്ങൾ. ആ സമുദായങ്ങളിൽ നഹ്നു ആഖിറുഹാ വ ഖൈറുഹാ, ലോകത്തുള്ള 70 സമുദായങ്ങളിൽ ഏറ്റവും അവസാനത്തെ സമുദായം നമ്മളാണ്. ഏറ്റവും അവസാനത്തെ സമുദായമാണ് അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്ത്. വ ഖൈറുഹാ, ലോകത്ത് ആദം നബി മുതൽക്ക് ഇങ്ങോട്ടുള്ള സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായവും നമ്മളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമുദായത്തിൽ കാലാകാലങ്ങളിൽ ലോകത്ത് കടന്നു വന്ന കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തിൽ പരലോകത്ത് വരുമ്പോൾ ഏറ്റവും ഉത്തമ സമുദായം എന്റെ സമുദായമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് ചില സവിശേഷതകളുണ്ട്. അവരൊരിക്കലും വഴികേടിൽ, സമുദായം ഒന്നിച്ച് ഒരു തിന്മയിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല. എന്റെ സമുദായം ഒരിക്കലും വഴികേടിൽ ഒന്നിക്കുകയില്ല, ളലാലത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയില്ല. തിന്മയിൽ എല്ലാവരും സഹകരിക്കുന്ന ഒരു സാഹചര്യം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യജ്മഉ അല്ലാഹു ഉമ്മത്തി അലാ ളലാലത്തിൻ അബദ. എന്റെ ഉമ്മത്തിന് അള്ളാഹു ഒരിക്കലും ളലാലത്തിൽ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് എല്ലാരും കൂടെ വഴികേടിലാകുന്ന ഒരു സാഹചര്യം അതുണ്ടാവില്ല. ഒറ്റപ്പെട്ടവർക്ക് സംഭവിക്കും, തെന്നിപ്പോകുന്നവർക്ക് സംഭവിക്കും, വേറെ ഇങ്ങനെ അകന്നു പോകുന്നവർക്ക്. ഒരു ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് ഇങ്ങനെ അകന്നകന്നു പോകുന്ന, തനിച്ച് ഞാനും എന്റെ ദീനും എന്റെ ഇസ്ലാമും എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അങ്ങനെ ആയിക്കോളാം എന്ന് വിചാരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ലാത്ത ആളുകൾ, അവർക്ക് സംഭവിക്കും. ഈ ഹദീസ് അവസാനിക്കുന്നത് വയദുല്ലാഹി അലൽ ജമാഅ, അള്ളാന്റെ സഹായം ഉണ്ടാവുക നിങ്ങളുടെ സംഘത്തിനാണ്, നിങ്ങളുടെ ജമാഅത്തിനാണ്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. ഇതൊരുപാട് രീതിയിൽ ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് വയദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക, അള്ളാഹു കൂടെ ഉണ്ടാവുക മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. തെന്നി തെറിച്ച് അകന്ന് ചിതറി വേറെയായി പോകുമ്പോ അവർക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാവും, പിഴച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും, ളലാലത്തിലേക്ക് വിട്ടുപോകാം. എന്നാൽ ഒരു സംഘം, ഒരു മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം വഴികേടിലാകുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏത് തിന്മയുടെ കാര്യത്തിലും മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ഒന്നിച്ചു നിൽക്കൂല. തെറ്റായ ഒരു സംഗതിയുടെയും കൂടെ സമുദായം ഒന്നടങ്കം ഒരു തിന്മക്ക് കൂടെ നിൽക്കുക അതൊരിക്കലും സംഭവിക്കൂല. മുസ്ലിം ഉമ്മത്തിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല. എല്ലാവർക്കും ഒരു കാര്യം തിന്മയാണെങ്കിൽ നമുക്ക് അതിന്റെ ആളുകളായി മാറാം. മദ്യപിക്കുന്നവർ മുസ്ലിം നാമധാരികൾ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അതിനെ അനുകൂലിക്കുകയില്ല. ലോട്ടറി എടുക്കുന്ന ആളുകൾ മുസ്ലിം നാമധാരികൾ ഉണ്ടാവും, പക്ഷെ മുസ്ലിം ഉമ്മത്തൊരിക്കലും ഒന്നടങ്കം ഒരു ളലാലത്തിന്റെ കാര്യത്തിലും, ഒരു തിന്മയുടെ കാര്യത്തിലും, ഒരു വഴികേടിന്റെ കാര്യത്തിലും മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം കൂടെ നിൽക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി വിചാരണ നേരിടുന്ന ഉമ്മത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ്. അന്തിമ സമുദായം എന്ന് പഠിപ്പിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്
ആദ്യമായി വിചാരണ നേരിടുക. നബി പറഞ്ഞു, അൻ ഹുദൈഫ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നുൽ ആഖിറൂൻ മിൻ അഹ്ലിദ് ദുനിയ. ദുനിയാവിലെ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വന്നത് എന്റെ ഉമ്മത്താണ്, എന്റെ സമുദായമാണ്, നമ്മളാണ്. വല്ലവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യക്കാരാണ്. അൽ മഖ്ലീലഹും ഖബ്ലൽ ഖലായി, മറ്റെല്ലാ സൃഷ്ടികളുടെയും മുമ്പായി മുസ്ലിം ഉമ്മത്താണ്. അന്തിമ സമുദായമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതും മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. വിചാരണ ചെയ്യപ്പെടുന്നത് ആദം നബി മുതൽക്ക് ഇങ്ങോട്ട് മനുഷ്യന്മാരുണ്ട്, കോടാനുകൂടി ആളുകൾ. അവരുടെ കൂട്ടത്തിൽ ആദ്യം വിചാരണക്കെടുക്കുക അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെയാണ്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഈ ഉമ്മത്താണ്. മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഹ്നുൽ ആഖിറൂൻ, നമ്മൾ ഏറ്റവും അവസാനത്തെ ഉമ്മത്താണ് ഭൂമിയിൽ. അല്ലവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം വിചാരണയ്ക്ക് വിധേയരാകുന്നവർ നമ്മളാണ്. വനഹ്നു, നമ്മൾ അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവരും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ഓരോ പ്രവാചകൻ സമുദായങ്ങളുണ്ട്. ഈസാ നബിയുടെ ഉമ്മത്തുണ്ട്, മൂസാ നബിയുടെ ഉമ്മത്തുണ്ട്, ദാവൂദ് നബിയുടെ, ഓരോ നബിയുടെ ഉമ്മത്തുകളുണ്ട്. അതിൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അധികം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, എണ്ണം കൂടുതലുള്ളതും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. عن عبد الله قال كنا مع النبي في قبة فقال أترضون أن تكونوا ربع أهل الجنة. സ്വഹാബികളോട് റസൂൽ ഇങ്ങനെ പറയാണ്, സ്വർഗാവകാശികളിൽ 1/4 നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. അതർലൗന അൻ തകൂനു തുലസാഹിലിൽ ജന്ന, സ്വർഗത്തിന്റെ 1/3 നിങ്ങളാകുന്നത്, എന്റെ ഉമ്മത്താകുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി? ഞങ്ങൾക്ക് സന്തോഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, അതർലൗന അൻ തകൂനു ശത്രാഹിലിൽ ജന്ന, സ്വർഗത്തിന്റെ പകുതിയും എന്റെ ഉമ്മത്താകുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എന്നിട്ട് റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നി ലഅർജു അൻ തകൂനു നിസ്ഫാഹിലിൽ ജന്ന, ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വർഗത്തിൽ പകുതിയും, സ്വർഗാവകാശികളിലെ പകുതിയും എന്റെ ഉമ്മത്താണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തിലെ ആകെ ജനസംഖ്യയുടെ, ആകെ അഹ്ലുകാരുടെ പകുതിയും എന്റെ ഉമ്മത്താണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വദാലിക അന്നൽ ജന്ന ലാ യദ്ഖുലുഹാ ഇല്ലാ നഫ്സുൻ മുസ്ലിമ, മുസ്ലിമായ, പൂർണ്ണമായും മുസ്ലിമായ ഒരാളല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. ആ സ്വർഗത്തിൽ പകുതിയും എന്റെ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ്. ആ ഉമ്മത്താണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്, ആഹ്ലാദിക്കുന്നവരാണ്. വളരെ അഭിമാനത്തോടുകൂടെ അത് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നവരാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിശേഷണങ്ങൾക്കൊക്കെ അർഹതപ്പെട്ടവരായി മാറണമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്താണ് എന്നത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഭാഗമാകണം. റസൂലിനെ പിൻപറ്റുന്ന, അനുധാവനം ചെയ്യുന്ന, പിന്തുടരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നബിയുടെ പിൻഗാമികളായി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തായി, സ്വർഗത്തിൽ ആദ്യം കടക്കുന്നവരായി, സ്വർഗത്തിൽ അധികം പ്രവേശിക്കുന്നവരായി ഒക്കെയുള്ള അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ നമുക്ക് കൂടി ഉൾപ്പെടാൻ കഴിയുക. അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഉരിലത്ത് അലയ്യൽ ഉമമു ഫജഅല അൻ-നബിയ്യു വൻ-നബിയ്യാനി യമറുന മഅഹുമുർ റഹ്ദ്
വന്നബിയു ലൈസ മഅഹു അഹദുൻ. എനിക്ക് പരലോകവുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ കാണിക്കപ്പെട്ടു. ഓരോ സമുദായങ്ങളെയും എനിക്ക് കാണിക്കപ്പെട്ടു. ഓരോ പ്രവാചകന്മാർ, ഈ 2 പ്രവാചകന്മാരൊക്കെ കണ്ടു. അവരോടൊപ്പം ഓരോ സംഘം ആളുകൾ, ഓരോ കൂട്ടം ആളുകളുമായി ഇങ്ങനെ പോകുന്ന പ്രവാചകരും എനിക്ക് കാണിക്കപ്പെട്ടു. ചില പ്രവാചകന്മാർ വന്നബി ലൈസ മഅഹു അഹദുൻ, ഒരനുയായി പോലുമില്ലാത്ത പ്രവാചകന്മാരും ലോകത്തയക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ട്. സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരായി കടന്നുവന്ന് പ്രബോധനം നടത്തിയിട്ട് ഒരാളെപ്പോലും അനുയായിയായി കിട്ടാത്ത പ്രവാചകന്മാരുണ്ട്. ഹത്താ റുഫിയലി സവാദുൻ അദീമുൻ, ഒരു വലിയ ഒരു കറുത്ത ഒരു സംഘത്തെ, ഒരു ഇരുണ്ട ഒരു കൂട്ടം ആളുകളെ, വലിയൊരാൾക്കൂട്ടത്തെ ഞാൻ കണ്ടു. ഹാദാ ഉമ്മത്തി, ഇതെന്റെ സമുദായമാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതായിരിക്കും എന്റെ സമുദായം എന്ന് ഞാൻ കരുതി. ഹാദിഹി മാ ഹാദാ ഉമ്മത്തി ഹാദിഹി ഖീല ബൽ ഹാദാ മൂസ വഖൗമുഹു, അത് മൂസയും അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയുമാണ് എന്ന് എനിക്ക് ഉത്തരം നൽകപ്പെട്ടു. ഞാൻ ആകാശം നിറയെ, ആകാശഭൂമികൾക്കിടയിൽ നിറയെ മറ്റൊരു സംഘത്തെ, ഒരു വലിയ സമൂഹത്തെ എനിക്ക് കാണിക്കപ്പെട്ടു. സുമ്മ ഖീല ലി ഇൻദുർ ഹാഹുനാ വഹാഹുനാ ഫീ ആഫാഖിസ് സമാഇ ഫഇദാ സവാദുൻ ഖദ് മലഅൽ ഉഫ്ഖ, ചക്രവാളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സമുദായം. ഹാദിഹി ഉമ്മത്തുക്, ഇതാണ് നിന്റെ സമുദായം എന്നോട് വിവരം നൽകപ്പെട്ടു. വയദ്ഖുലുൽ ജന്ന, അതോടൊപ്പം എന്നോട് പറഞ്ഞു വയദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കിടക്കും. മിൻ ഹൗല, താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് 70,000 70,000 ആളുകൾ ബിഗൈരി ഹിസാബിൻ, വിചാരണ കൂടാതെ, വിചാരണയേ ഇല്ലാതെ നേരിട്ട് സ്വർഗത്തിൽ കടക്കുന്ന 70,000 ആളുകളുണ്ട്. അത് താങ്കളുടെ ഉമ്മത്തിനുള്ളതാണ് എന്നോട് പറയപ്പെട്ടു എന്നുകൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വർഗം ലഭിക്കുന്നവർ, സ്വർഗത്തിൽ ആദ്യം കടക്കുന്നവർ, സ്വർഗത്തിൽ ഏറ്റവും അധികം ആളുകൾ പ്രവേശിക്കുന്നവർ, 70,000 ആളുകൾ വിചാരണയില്ലാതെ കിടക്കുന്നവർ, ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ, അന്ത്യപ്രവാചകന്റെ സമുദായത്തിന്റെ സവിശേഷതകളായി പഠിപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ ആ സമുദായത്തിൽപ്പെട്ടവരാണ്, നമ്മൾ ആ ഉമ്മത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ നമ്മൾ ധാരാളമായി അറിയുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹു അവനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വർത്തവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പെരുന്നാളിൽ എല്ലാ പള്ളികളിലും സാധുക്കളും വിധവകളും അനാഥരുമായ ആളുകൾക്ക് സംസ്ഥാന വ്യാപകമായി ശേഖരിക്കുന്ന ഒരു ഫണ്ടിന്റെ ഭാഗമായുള്ളൊരു കലക്ഷൻ എല്ലാ പള്ളികളിലും നടന്നിരുന്നു. നമ്മുടെ പള്ളിയിൽ പ്രാദേശികമായ നമ്മുടെ കലക്ഷൻ ഉള്ളതുകൊണ്ടാണ് പെരുന്നാൾ ദിവസം അത് പറയാതെ പോയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അങ്ങനൊരു ഫണ്ട് കലക്ഷൻ, ഈലാഫ് ഫണ്ട് എന്നുള്ള പേരിൽ കളക്ട് ചെയ്യുകയാണ്. ISM സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി എല്ലാ പള്ളികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഒരു ഫണ്ടാണത്. വളരെ നിരാലംബരായ, അനാഥരായ, അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ അപേക്ഷകൾ വരുമ്പോൾ അവരെ പോയി സന്ദർശിച്ച് അർഹതപ്പെട്ടവരാണ് എന്ന് ഉറപ്പുവരുത്തി എന്താണ് അവരുടെ പ്രശ്നമെന്ന് പഠിച്ച് അതിനെ സഹായിക്കുന്ന പള്ളികളിൽ നിന്ന് വർഷത്തിലൊരിക്കൽ ഇതുപോലെ ശേഖരിക്കുന്ന വളരെ വിപുലമായൊരു ഫണ്ടാണത്. അതിൽ നമ്മുടെ പള്ളിയുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ കലക്ഷൻ ഉണ്ടാവും. എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അനാഥക്ക്, ഏതെങ്കിലും ഒരു അഗതിക്ക്, ഏതെങ്കിലും ഒരു വിധവക്ക്, ഏതെങ്കിലും ഒരു ദുർബലരായ മനുഷ്യർക്ക്, രോഗികൾക്ക് നമ്മുടെ ആ ഫണ്ട് അർഹതപ്പെട്ടവർക്ക് എത്തും എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന ഒരു സംവിധാനമാണത്. അതിലെല്ലാവരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار